ഏത് സമയത്താണ് മരിക്കുക എന്നറിയാമോ? അതേ വൃത്തികേടുകളുടെ ലോകത്ത് ജീവിക്കുമ്പോ വളരെ സൂക്ഷ്മത വേണം രക്ഷിതാക്കളെ. അതേ മക്കളുടെ കൈകളിൽ ഇഷ്ടം പോലെ ഗൾഫ് പണമുണ്ട്, ബിസിനസ് പണമുണ്ട്. ആ പണങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അന്യസ്ഥലങ്ങളിൽ പോയി അവർ പഠിക്കുന്നു. അങ്ങനെ പഠിക്കുമ്പോൾ അള്ളയുണ്ടെന്ന ബോധം അവരുടെ മനസ്സിൽ വേണം. പാപ്പ കണ്ടില്ലെങ്കിലും ഉമ്മ കണ്ടില്ലെങ്കിലും രക്ഷിതാക്കളും നാട്ടുകാരും വീട്ടുകാരും കാണാനില്ലെങ്കിലും ഞാൻ ഒറ്റക്കല്ല, അള്ള എന്റെ കൂടെയുണ്ടോ. അവൻ ഉറങ്ങാത്തവനാണ്, അവന് മയക്കമില്ല, അവൻ എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ചിന്ത എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഉണ്ടായിരിക്കണം. അതേ ഫേസ്ബുക്കിലൂടെ നേരം കളയുന്ന മനുഷ്യൻ, വാട്സപ്പുകളിലൂടെ നേരം കളയുന്ന മനുഷ്യൻ, നെറ്റിന്റെ ലോകത്ത് ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള മീഡിയകളും അതേ നെറ്റ്വർക്കുകളും ഒക്കെ തന്നെയാണിത്, സംശയമില്ല. പക്ഷേ മണിക്കൂറുകളോളം അശ്ലീലതകൾ കാണുകയും തോന്നിവാസങ്ങൾ കണ്ട് രസിക്കുകയും അങ്ങനെ മനുഷ്യനതാ മാനസിക രോഗികളായി മാറുന്നു. വൃത്തികെട്ട ചിത്രങ്ങൾ കണ്ട്, വൃത്തികെട്ട രൂപത്തിലുള്ളത് കണ്ട് ആസ്വദിച്ച് വിവാഹ ജീവിതത്തിൽ വരെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പരാജയപ്പെട്ടു പോകുന്നു. രക്ഷിതാക്കളെ, ഉമ്മമാരെ, മക്കൾക്ക് പണം കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങൾ അവരുടെ ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് കാര്യമില്ല, അവർക്ക് വസ്ത്രം മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് കാര്യമില്ല, അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. മറിച്ച് അല്ലാഹു ഒരു ഉത്തരവാദിത്തം നമ്മയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിയിൽ നിന്ന് കാത്തുകൊള്ളണേ. നരകത്തിയിൽ നിന്ന് നമ്മുടെ മക്കളെ കാക്കേണ്ടത് എപ്പോഴാണ്? നാളെ പരലോകത്ത് മരിച്ചു ചെന്നിട്ട് കൺമുമ്പിൽ കത്തിയാളുന്ന നരകത്തിയിലേക്ക് മക്കൾ ചെന്ന് ചാടുമ്പോ അവരെ അതിൽ നിന്ന് പിടിച്ച് രക്ഷപ്പെടുത്തണേ എന്നാണോ അല്ല പറഞ്ഞത്? ഒരിക്കലുമല്ല. അവിടെ അത് നടക്കുകയുമില്ല. അവിടെ ബാപ്പാക്ക് മക്കൾ വേണ്ട, മക്കൾക്ക് ബാപ്പ വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. ബാപ്പ മക്കളിൽ നിന്ന്, മക്കള് ബാപ്പയിൽ നിന്ന്, ആങ്ങളെ പെങ്ങളിൽ നിന്ന്, പെങ്ങന്മാര് ആങ്ങളമാരിൽ നിന്ന്, ഭർത്താവ് ഭാര്യയിൽ നിന്ന്, ഭാര്യ ഭർത്താവിൽ നിന്നൊക്കെ കണ്ടാലും ഒന്നും മിണ്ടാൻ പോലും സമയമില്ലാതെ ഓടിപ്പോകുന്നു. നഫ്സി നഫ്സി, എന്റെ കാര്യം എന്താകുമെന്ന് നരകം കത്തിയാടുന്ന നരകം കാണുമ്പോ ഭീതിപ്പെടുന്ന നേരത്ത് എന്റെ മോനെ നരകത്തിരിടല്ല റബ്ബേ, എന്റെ മക്കളെ നരകത്തിരിടല്ല അല്ലാ എന്ന് അവിടെ വെച്ച് ഒരു ബാപ്പയും, മുസ്ലിമായ ബാപ്പയാണെങ്കിലും മോമിനായ ഉമ്മയാണെങ്കിലും ഒന്നും പറഞ്ഞിട്ട് രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന കൽപ്പന പരലോകത്ത് വെച്ച് ചെയ്യാനുള്ള കൽപ്പനയല്ല, മരിക്കും മുമ്പേ ഈ ഭൂമിയിൽ വെച്ച് നമ്മളൊക്കെ ചെയ്യേണ്ട കടമയാണത്. അതുകൊണ്ട് കുട്ടികളുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുന്നു, വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നു. പക്ഷേ എൻ്റെ മോൻ, എൻ്റെ മോളെന്താ കാണുന്നത്, അവളെന്താ കേൾക്കുന്നത്, അവനെന്താ വായിക്കുന്നത്, അവൻ ആരുടെ കൂടെയാണ് പുറത്ത് കറങ്ങുന്നത്, അവൻ സമയത്ത് വീട്ടിൽ വരുന്നുണ്ടോ, അവൻ എന്തൊക്കെയാണ് നെറ്റിൽ സെർച്ച് ചെയ്യുന്നത്, അവൻ ഏതൊക്കെ സൈറ്റുകളിലൂടെയാണ് കടന്നു കയറുന്നത്, അവൻ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്, അവൻ ഉറങ്ങുമ്പോഴും അവന്റെ ഉണർച്ചയിലുമൊക്കെ അവൻ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും എന്തൊക്കെ, അവൻ എന്തൊക്കെ മെസ്സേജുകളാണ് പാസ് ചെയ്യുന്നത്, അവൻ എന്തൊക്കെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേ എന്തിനൊക്കെ ലൈക്ക് ചെയ്യുന്ന സ്വഭാവമാണ് അവനുള്ളത്. ഇങ്ങനെ ഓരോന്നും പരിശോധിച്ച് നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പേടിച്ച് തെറ്റ് ചെയ്യാതിരിക്കൽ നിങ്ങൾ കാണുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെ എന്തിനു പേടിക്കണം? അതുകൊണ്ട് നിങ്ങളെയല്ല പേടിക്കേണ്ടത്, നിങ്ങൾ സ്ഥലത്തുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, നിങ്ങൾ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കട്ടെ, മരിച്ചു പോകട്ടെ, നിങ്ങളുടെ ഹയാത്ത് കാലത്തും മരണത്തിന്റെ ശേഷവുമൊക്കെ നമ്മുടെ മക്കൾ നന്നാവണം. അതിന് എന്താണ് അല്ല എന്ന്, ആരാണ് അല്ല എന്ന് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ബോധവൽക്കരണം അവർക്ക് കിട്ടിയേ തീരൂ. അവരേത് കോഴ്സിന് പഠിക്കുന്നവരാണെങ്കിലും എത്ര ഉയർന്നവരാണെങ്കിലും ദിനേന അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള ബോധവൽക്കരണം കിട്ടിക്കൊണ്ടിരിക്കണം.
ആ വിഷയത്തിൽ എന്റെ സഹോദരിമാര്, എന്റെ സഹോദരന്മാര് ശ്രദ്ധിക്കണം. വീടുകളിൽ എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യത്തിന് ഒരുക്കിക്കൊടുത്തു. ഫിലിമുകളും അതേ നിറഞ്ഞാടുന്ന ആണും പെണ്ണും തുണിയുരിഞ്ഞ് മദാലസ നൃത്തമാടുന്ന, തുണിയുരിഞ്ഞാടുന്ന സ്വകാര്യതകളിൽ പോലും മനുഷ്യന്റെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടുന്നത് പോലും പച്ചയായി കണ്ടുകൊണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ വീടുകളിൽ ഒരുക്കിക്കൊടുത്തു.